3 പടങ്ങൾ ഏകദേശം ഒരു ദിവസം ഉണ്ടായിരുന്നു. ഹരികൃഷ്ണൻസ് ഉണ്ടായിരുന്നു, പഞ്ചാബി ഹൗസ് ഉണ്ടായിരുന്നു, സംരംഭത്തിലേം ഉണ്ടായിരുന്നു. പഞ്ചാബി ഹൗസ് ഉണ്ടായിരുന്നില്ല. പഞ്ചാബി ഹൗസ് റിലീസ് പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഈ 2 പടങ്ങളും വരുന്ന കണ്ടപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു മാസത്തേക്കുള്ള അത് എക്സ്റ്റെൻഡ് ചെയ്ത് മാറ്റി. ഈ 2 പടങ്ങൾ ഒരുമിച്ചിറങ്ങിയത്. ശരിക്കും അന്നത്തെ ഒരു ക്ലാഷ്, അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ റിലീസ് ശരിക്കും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? ഇല്ലേ, നമ്മൾ നേരത്തെ ഓണം എന്ന് തീരുമാനിച്ച് തുടങ്ങിയ പടമാണ്. ഹരികൃഷ്ണൻസ് അങ്ങനെ തന്നെ തുടങ്ങിയ പടമാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുക അതേ ലൊക്കേഷനിൽ അവരും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേ നമ്മുടെ ഔട്ട് ഹൗസ് എന്നൊക്കെ പറയുന്ന അവർ ആ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പടത്തെ പറ്റി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഫെസ്റ്റിവലിൽ തന്നെ വരേണ്ട പടമാണ്. കാരണം ആ പടത്തിൻ്റെ മൂഡ് അത് തന്നെയായിരുന്നല്ലോ. ഹരികൃഷ്ണൻസും അതുപോലെ തന്നെയാണ്. 2 സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് വരുന്ന ജൂഹി ചൗളയൊക്കെ ഉള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിന് ഓഡിയൻസ് വലിയ രീതിയിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ സിനിമയിലുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ റിലീസ് ഡേറ്റ് ഒന്നും മാറ്റിയില്ല. അങ്ങനെ തന്നെ ഒപ്പം ഇറങ്ങി. ഇനീഷ്യലി ആ ഓഡിയൻസ് എല്ലാം പോയത് ഈ സിനിമ കാണാനാണ്. ഹരികൃഷ്ണൻസിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഡേ ഓഡിയൻസ് എല്ലാം പോയത്. നമ്മൾ പതുക്കെയാണ് സെക്കൻഡ് ഡേ തൊട്ടാണ് നമ്മളുടെ ഒരു പടത്തിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയത്. പക്ഷേ 2 പടവും ഹിറ്റായി. ഒരു മാസം കഴിഞ്ഞിറങ്ങിയ പഞ്ചാബി ഹൗസും ഹിറ്റായി. അതും റിപ്പീറ്റ് വാച്ചുള്ള സിനിമയാണ്. ആൾക്കാർ ഇന്നും അതിനകത്തെ തമാശകളൊക്കെ ഇപ്പോഴും എൻജോയ് ചെയ്യുന്ന സിനിമയാണ്.